ഹൈക്കിംഗ് ആണ് പോകാനായിട്ട്. എന്റെ കോലം ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും പോകാനൊരു താല്പര്യമില്ല. പിന്നെ സാധനങ്ങളൊക്കെ എടുത്ത് ജോലിയല്ലേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ അത്യാവശ്യം നമ്മളിപ്പോ പോകുന്നത് UK-ക്കാണ്. അപ്പൊ UK-യിലോട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം. ഒരുപാട് ഞാൻ എല്ലാം എടുത്ത് അടുക്കി ഒക്കെ വെച്ചതാണ്. അപ്പൊ ഇത് ഒക്കെ ഇങ്ങനെ കുറച്ച് കുഴഞ്ഞു പറഞ്ഞ് കാണാൻ ജോബി നന്നായിട്ട് അടുക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് അത്യാവശ്യം UK-ക്ക് പോകേണ്ടവർക്ക് ഹെൽപ്പ് ആകും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിന് ബേസിക്കായിട്ട് UK-ക്ക് പോകുന്നവരെ എല്ലാവരും നിർബന്ധമായിട്ട് മേടിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ജാക്കറ്റാണ്. അതായത് തണുപ്പിനുള്ള ജാക്കറ്റാണ്. അത് ഇപ്പൊ നിലവിൽ ഞാൻ ഇതിനകത്ത് കാണിക്കാനില്ല, കാരണം എന്റെ ജാക്കറ്റുകളെല്ലാം മാൾട്ടയിൽ ഇരിക്കും. അപ്പൊ എനിക്കത് മാൾട്ടയിൽ നിന്ന് അങ്ങോട്ട് കൊറിയർ ഞാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഫ്രണ്ട്സിനോട്. അപ്പൊ അതാണ് ജാക്കറ്റിന്റെ ഇതിനകത്ത് കാണിക്കുന്നില്ല. പക്ഷെ UK-ക്ക് പോകുന്നവര് ജാക്കറ്റ് കൊണ്ടാൻ മറക്കരുത്, കാരണം അവിടെ എപ്പോഴും തണുപ്പാണ്. പിന്നെ UK-ക്ക് പോകുമ്പോൾ നമുക്കറിയാം, നമ്മളൊരു 3 മാസത്തെ അക്കോമഡേഷൻ ആണ് നമുക്ക് NHS ത്രൂ പോകുന്ന നഴ്സുമാരാണെങ്കിൽ നമുക്കറിയാം, നമുക്കൊരു 3 മാസത്തെ അക്കോമഡേഷൻ ആണ് NHS നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. 3 മാസം കഴിയുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് അക്കോമഡേഷനിലോട്ട് മാറണം. അപ്പൊ അതനുസരിച്ചാണ് ഞാൻ എന്റെ ബാഗ് റെഡി ആക്കിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും സാധനങ്ങളൊക്കെ പൊടികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി കുറച്ച് പാത്രങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അവിടെ കിട്ടിയിടാഞ്ഞിട്ടൊന്നും അല്ല, പിന്നെ ഇത് കണ്ടപ്പോ എനിക്ക് നന്നായിരുന്നു തോന്നി, അതുകൊണ്ട് ഞാൻ മേടിച്ചു. ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകാൻ അത്യാവശ്യം നമുക്ക് നമ്മുടെ ഒരു കൈത്താങ്ങിന് കിട്ടുന്ന സാധനങ്ങളൊക്കെ ഞാൻ നോക്കി മേടിച്ചതേ ഉള്ളൂ. പിന്നെ ഒരു ഫ്രൈങ് പാൻ മേടിച്ചു. നമ്മുടെ നോർമലായിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനും. പിന്നെ നഴ്സുമാർക്ക് അത്യാവശ്യം വേണ്ട സാധനം പേന ഞാനൊരു പാക്കറ്റ് മൊത്തമായിട്ട് മേടിച്ചിട്ടുണ്ട്. ബ്ലൂ ഉണ്ട്, പിന്നെ എന്റെ റെഡ് ഉണ്ട്, പിന്നെ മാർക്കറും ഉണ്ട്. ഇത്രയും സാധനം ഞാൻ ഇവിടുന്ന് എടുത്തു. എനിക്കറിയില്ല അവിടെ തരുമോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പിന്നെ എന്നാ നമുക്ക് ചായക്കൊക്കെ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കുറച്ച് പാത്രങ്ങൾ ഞാൻ എടുത്തു കേട്ടോ. അത്യാവശ്യം നമുക്ക് ബേസിക് ആയിട്ടുള്ള വേണ്ട എല്ലാ പാത്രങ്ങളും എടുത്തോളൂ. കാരണം അവിടെയൊക്കെ നല്ല എല്ലാം പൗണ്ടിൽ നമ്മൾ പൈസ കൊടുക്കണം. പിന്നെ അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഒരു കൈപ്പാങ്ങിന് കിട്ടുന്ന പാത്രങ്ങൾ കുറവായിരിക്കും. അതുകൊണ്ട് അത്യാവശ്യം പാത്രങ്ങൾ ഞാൻ മേടിച്ചു. പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ട മസാലകൾ, ഇതിപ്പോ ഞാൻ എടുത്തേക്കുന്ന ഗരം മസാലയുണ്ട്, മഞ്ഞൾ പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, ഇവിടെ എവിടെയും കണ്ടൊരു മുളക് പൊടിയുണ്ട്. ഇത്തരം മസാലകൾ ഞാനിപ്പോ നിലവിൽ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും മീറ്റ് മസാല, അത് നിങ്ങളുടെ അനുയോജ്യമായിട്ട് അത്യാവശ്യം നമുക്ക് അവിടെ ചെന്നിട്ടൊരു 3 മാസം നിൽക്കാനുള്ള മസാലകളും ഇവിടെ എത്തോളുക. പിന്നെ കത്തി, ഇതെല്ലാം നമ്മൾ വീട് മാറുമ്പോൾ അതനുസരിച്ചാണ് കേട്ടോ ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്, കാരണം കുക്കർ അവിടെ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും കുക്കർ, അതുകൊണ്ട് കുക്കർ ഞാൻ വന്ന് എടുത്തു. ഇതിപ്പോ ഞാൻ മേടിച്ചേക്കുന്ന നോൾട്ടയുടെ കുക്കറാട്ടോ, നോൾട്ടയുടെ. പിന്നെ ഇതൊരു ഡിന്നർ സെറ്റ് പോലത്തെ ഒരു കുറച്ച് പ്ലേറ്റുകളും ഇതൊക്കെ ആയിട്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു വീടൊക്കെ മാറുന്നല്ലേ, അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നാലൊക്കെ നമുക്ക് നല്ല ഒരു ഇത് വേണമല്ലോ എന്ന് വിചാരിച്ച് അത് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഇതാ നമ്മുടെ ചായപാത്രത്തിന്റെ അടപ്പ. പിന്നെ ഞാൻ ഈ ഒരു പാത്രം കൂടെ മേടിച്ചു. നമുക്ക് അത്യാവശ്യം വല്ല ഇറച്ചിയോ മീനോ ഒക്കെ വെക്കാനായിട്ട് ഒരു നല്ല പാത്രം. അത് ഇതിൻ്റെ അകത്ത് അത്യാവശ്യം മസാലകളെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. നമുക്കുള്ള ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളും നമ്മുടെ കടുകും ജീരകവും ഉലുവായും പിന്നെ ചിക്കൻ മസാലയും മീറ്റ് മസാലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ കുറച്ച് ബൗളുകൾ കറിപ്പാത്രങ്ങളും ഒക്കെ മേടിച്ചു. വേറൊന്നും അല്ല, നമുക്ക് അവിടെയൊക്കെ ചെല്ലുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നു. അതിനൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചപ്പാത്തി മേടിച്ചിട്ട്, ചപ്പാത്തി കഴിക്കേണ്ടവർക്കൊക്കെ ഇതൊക്കെ അവിടെ കിട്ടും. പിസ്സയുടെ ഡഫൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. പക്ഷെ ഞാൻ പിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയി. ഇത് കുറച്ച് ബൗളും കപ്പും ഒക്കെ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിങ്ങനെ ഭയങ്കര കളർഫുൾ ആയിട്ട്, ചുമ്മാ എനിക്ക് ഇത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള കണ്ടോ, ഓറഞ്ചും ചുമപ്പും നീലയും പച്ചയൊക്കെ ആയിട്ട് കുറച്ച് ബൗളും കപ്പുകളും ഒക്കെ മേടിച്ചു. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി മേടിച്ചു. കുറച്ച് ഗോതമ്പ് പൊടിയല്ല, നമ്മുടെ ഗോതമ്പ് പുട്ടിന്റെ പൊടി. അത് കിട്ടുമായിരിക്കും അവിടെ, എനിക്കറിയില്ല. ഞാനിപ്പോ അവിടെ ചെല്ലണം, നമ്മളൊരു പുതിയൊരു കട കണ്ടുപിടിക്കണം, ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ലേ. കാരണം നമുക്ക് കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പൊ നമ്മളൊന്ന് സെറ്റിൽ ആവുന്നതോടെ വരെയുള്ള അത്യാവശ്യ സാധനങ്ങളെല്ലാം ഞാനിപ്പോ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ചായക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ പത്തലുമുളക് എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ അത്യാവശ്യം. പിന്നെ ഇതെന്റെ ഡ്രസ്സുകളൊക്കെയാണ്.
ഞാൻ 2 ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം അവിടെ ബെഡ്ഷീറ്റ് കിട്ടും എനിക്കറിയില്ല, ഫർണിഷ്ഡ് ആയിട്ടുള്ള വീടുകളാണോ ബെഡ്ഷീറ്റ് കാര്യങ്ങൾ. ഇപ്പൊ മാൾട്ടയിലാണെങ്കിൽ നമുക്ക് ഇതെല്ലാം ഇൻക്ലൂഡ് ആണ്. നമ്മുടെ വീട് എടുക്കുമ്പോൾ നമുക്ക് ബെഡ്ഷീറ്റ് ഉൾപ്പെടെയാണ് അവർ തരുന്നത്. UK കാര്യം എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് പുതിയ വീഡിയോയിൽ ഇത് എന്തൊക്കെ നമുക്ക് കിട്ടുമെന്നുള്ളതിന് ഞാൻ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അത്യാവശ്യം കുറെ തവികളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. അവിടെ എല്ലാ സാധനങ്ങളും കിട്ടും, പക്ഷേ പറഞ്ഞ പോലെ നമ്മളെല്ലാം പൗണ്ടിലൊക്കെ കൊടുക്കണ്ടേ. അപ്പൊ അത് കാരണം ഞാനെല്ലാം നമ്മുടെ രീതിയിൽ അങ്ങ് മേടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ കത്തി, ഞാൻ കത്തി മേടിച്ചിട്ടുണ്ട്, 2-3 കത്തി മേടിച്ചിട്ടുണ്ട്. രണ്ട് കത്തിയൊക്കെ മേടിച്ചിട്ടുണ്ട്. ഈ നമുക്ക് അവിടെ എല്ലാം നമുക്ക് കട്ട് പീസ് ചെയ്തൊക്കെ കിട്ടും, അതെന്തായാലും കിട്ടും. പക്ഷെ നമുക്ക് നമ്മുടെ ഒരു ഇഷ്ടത്തിന് എല്ലാം ചെയ്യാനായിട്ട്, കാരണം പിച്ചാപ്പി ടൈപ്പ് കത്തികളായിരിക്കും അവിടെ കിട്ടുന്നത്. മാൾട്ടയിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവിടെ UK അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പോയി വേറെ കത്തിച്ച് തരുമോ? അതൊന്നും കൂടെ പൊതിയണേ. പിന്നെ 2 പാക്കറ്റ്, കുഞ്ഞു പാക്കറ്റ് ചെമ്മീന്. ഇതൊക്കെ നമുക്കൊരു കൊതിക്ക് അവിടെ വരുമ്പോൾ വേണമെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തേക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം കുറച്ചുള്ള സാധനങ്ങളൊക്കെ എടുത്തു, കാരണം അവിടെ പോയി ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ കുറച്ച് പാടായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും എനിക്ക് 2 ബാഗാട്ടോ ഉള്ളത്. പിന്നെ കുറച്ച് ഡ്രസ്സുകളും ഒക്കെ മറ്റേ ബാഗിലെടുത്ത് സാധനങ്ങളെല്ലാം ഈ ബാഗിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആരും ജാക്കറ്റ് എടുക്കുന്ന കാര്യം മറക്കരുത്. പിന്നെ NHSലെ സ്റ്റാഫ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ബ്ലാക്ക് ഷൂ കൊണ്ടാൻ മറക്കരുത്. ഞാനിപ്പം എല്ലാം മേടിച്ചു, പക്ഷെ ബ്ലാക്ക് ഷൂ മേടിച്ചിട്ടില്ല. അപ്പൊ എന്റെ 1-2 ബ്ലാക്ക് ഷൂ ഒക്കെ മാൾട്ടേന്ന് അവരങ്ങോട്ട് അയച്ചു കൊടുക്കും, അതനുസരിച്ചാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് വേണ്ട സ്നാക്സുകളൊക്കെ എടുത്തോളുക. അവിടെ പോയി ഇനിയിപ്പം നമുക്ക് ക്ലാസ്സുകളും ഇതൊക്കെയാണ്, അപ്പം പുറത്ത് പോയി മേടിക്കാനും എല്ലാത്തിനും ബുദ്ധിമുട്ട് വരുന്നതനുസരിച്ച് നമുക്ക് കഴിക്കണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം സ്നാക്സുകളൊക്കെ എടുത്തോളുക. അപ്പം ഇതാണ് ഇപ്പൊ നമ്മള് ചെയ്തേക്കണ പാക്കിങ്. പേസ്റ്റും ബ്രഷും ഒന്നും എടുക്കാൻ മറക്കണ്ട കേട്ടോ, കാരണം ആദ്യമേ ചെല്ലുമ്പോൾ 10 ദിവസം നമുക്ക് ക്വാറന്റൈൻ ആണ്. അവിടെ കിട്ടുമായിരിക്കും, ഹോട്ടലിലാണ്. അപ്പൊ നമ്മള് ആദ്യം 10 ഡേയ്സ് നമുക്ക് NHS തന്നെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഹോട്ടൽ ക്വാറന്റൈനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പൊ അവിടെ കിട്ടും, പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് സെറ്റ് ആണല്ലോ, അത് കാരണം അതനുസരിച്ച്. പിന്നെ UK പോകുന്ന ലേഡീസ് ആണെങ്കിൽ 2 ജീൻസും ടോപ്പും ഒക്കെ കയ്യിൽ കരുതുക. അവിടെ ചെന്നാൽ മേടിക്കാൻ കിട്ടും, പക്ഷെ അവിടെ നോർമലായിട്ട് നമ്മുടെ ഡ്രസ്സുകളെക്കാളും അവിടുത്തെ ക്ലൈമറ്റിനും ഒക്കെ കുറച്ചുകൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ജീൻസും അതുകൊണ്ട് ടോപ്പുകളും അല്ലെങ്കിൽ അങ്ങനത്തെ ഡ്രസ്സുകളായിരിക്കും. അപ്പൊ അത് ഒരു 2 എണ്ണം നമ്മൾ ഇവിടുന്ന് മേടിച്ചിട്ട് ബാക്കി അവിടെ ചെന്ന് മേടിച്ചാലും കുഴപ്പമില്ല, 2-3 എണ്ണം നമ്മളൊന്ന് കയ്യിൽ പിടിക്കുക. പിന്നെ ഞാൻ ഈ പുതിയ ബാഗ് മേടിച്ചാട്ടോ ഇപ്രാവശ്യം. ഇത് അമേരിക്കൻ ടൂറിസത്തിന്റെ തന്നെ വേറൊരു ബ്രാൻഡാണെന്നാ പറഞ്ഞത്. എന്റെ പേര് എന്നെ കമിലാൻഡ്. അത് 3 ഇയർ വാറന്റിയോട് കൂടി കിട്ടിയ ഒരു ബാഗാണിത്. പിന്നെ ഞാനൊരു 7 കിലോയുടെ ബാഗ് അത് മേടിച്ചിട്ടുണ്ട്. അപ്പം ഈ ബാഗിൽ ഞാനൊരു 7 കിലോയുടെ സാധനങ്ങളെല്ലാം കൊണ്ടാകും. ബാക്കി ഈ 2 ബാഗിലായിട്ട് എന്റെ ബാക്കി സാധനങ്ങൾ കുറച്ച് ലഗേജ് എക്സ്ട്രാ ഉണ്ട്. അതിപ്പോ അവര് കയറ്റി വിടുവാണ് എന്നുണ്ടെങ്കിൽ കയറിപ്പോട്ടെ നോക്കും, ഇല്ല എങ്കിൽ നമ്മൾ എക്സ്ട്രാ ഇച്ചിരി പൈസ കൊടുത്തിട്ടാണെങ്കിലും ലഗേജ് കയറ്റിക്കൊണ്ട് പോകാം എന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ കുറെ പാട്ടുകളെല്ലാം തന്നെ കവർ ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ഇനി നിങ്ങൾ ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടോന്ന് അറിയില്ല, വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ നിന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ UK പോകാൻ ആരെങ്കിലും ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, കാണുക. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.